ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി ജാമ്യത്തിലിറങ്ങുന്നതോടെ SITയുടെ തുടർ നീക്കത്തിലും രാഷ്ട്രീയ ചർച്ചകളിലും ആകാംക്ഷയേറുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച് ED നടത്തുന്ന അന്വേഷണം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നെഞ്ചിടിപ്പേറ്റുന്നു. മുരാരി ബാബു, D. സുധീഷ് കുമാർ, ശ്രീകുമാർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി. സ്വാഭാവിക ജാമ്യം ലഭിച്ച് പ്രതികൾ പുറത്തിറങ്ങുന്നത് അന്വേഷണത്തെ ബാധിക്കില്ലെന്ന ഹൈക്കോടതി പരാമർശം SITക്ക് ആശ്വാസമാകാം. എന്നാൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചകൾ പലതാണ്. പുറത്തിറങ്ങുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ED ചോദ്യം ചെയ്യുന്നതാണ് പ്രധാന ആശങ്ക. SIT അന്വേഷണത്തിൽ ഉന്നതരുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം വ്യക്തമാക്കുന്ന ഫോൺ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. SIT രഹസ്യമായി ശേഖരിച്ച വിവരങ്ങൾ EDയുടെ പക്കലുമുണ്ടെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത ശേഷമുള്ള ED നീക്കം നിർണായകമാകും. ശബരിമല സ്വർണ്ണക്കൊള്ള എന്നതിനപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ സാമ്പത്തിക ഇടപാടുകളാകും ED അന്വേഷണത്തിന്റെ പ്രധാന ലക്ഷ്യം. കേസിലെ പ്രധാന പ്രതികൾക്ക് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ A. പത്മകുമാർ, N. വാസു തുടങ്ങി CPMുമായി ബന്ധമുള്ള ആളുകൾക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കും. അത് CPMന് ഒരേപോലെ ആശ്വാസവും ആശങ്കയുമാണ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന A. പത്മകുമാർ CPM നേതാക്കൾക്കെതിരെ പരാമർശങ്ങൾ നടത്തിയാൽ തിരിച്ചടിയാകും. A. പത്മകുമാറും N. വാസുവും EDക്ക് മുന്നിലെത്തിയാലും നെഞ്ചിടിപ്പാകും. ഫെബ്രുവരി 20-നാണ് A. പത്മകുമാർ അറസ്റ്റിലായി 90 ദിവസം കഴിയുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.